കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഒരു യുവാവും യുവതിയും കൂടി വന്നിട്ട് ഒരു പരാതി പറഞ്ഞിരുന്നു. അവർ പരാതി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവർക്ക് കുട്ടി ജനിച്ച് 4 മാസമായിട്ടും ഇതുവരെ ജനന സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വീട്ടിലാണ് പ്രസവം നടത്തിയതെന്നാണ്, കൂടാതെ വാക്സിൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് പറയുന്നത് അവർ വേണ്ട തരത്തിലുള്ള നടപടിക്രമങ്ങൾ, പ്രസവത്തിൻ്റെ സമയം തൊട്ടുള്ള നടപടിക്രമങ്ങൾ രജിസ്റ്റർ ചെയ്യുകയോ യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നൗഫലെ, ഇപ്പോൾ പ്രസവം എന്ന് പറയുന്നത് ഒരേ സമയം ആ കുട്ടിക്കും അമ്മയ്ക്കും അപകടം പറ്റാവുന്നൊരു സാഹചര്യമുള്ളതാണ്. അങ്ങനെയുള്ളൊരു കേസിൽ വീട്ടിൽ പ്രസവം നടത്തിയതിനെ വളരെ സിമ്പിളായിട്ട് ആ യുവാവ് നിന്നിട്ട് പറയുന്നു, ഞാൻ പുറത്തുപോയി ഒരു ബ്ലേഡ് വാങ്ങിക്കൊണ്ടുവരുന്നു, പൊക്കിൽ കൂടി മുറിക്കുന്നു, അത് കഴിഞ്ഞു, പക്ഷേ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് തരുന്നില്ല എന്നുള്ളത് എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് പനി പിടിച്ചാൽ പനിക്കൂർക്ക കഴിക്കണോ പാരസെറ്റമോൾ കഴിക്കണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതിനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട്. അത് പനി, തലവേദന, ജലദോഷം ഒക്കത്തിനും ഓക്കെ. പക്ഷെ പ്രസവം എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിയല്ല, 2 വ്യക്തികൾ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ്. അതിലൊരാൾക്ക് എന്ത് തീരുമാനിക്കാം, ഞാൻ എങ്ങനെ പ്രസവിക്കാമെന്ന് തീരുമാനിക്കാം. പക്ഷേ ഈ ജനിക്കപ്പെടുന്ന കുട്ടിക്ക് ഞാൻ ഇങ്ങനെയാണ് പ്രസവിക്കപ്പെടുന്നത് തീരുമാനിക്കാനുള്ള അവകാശം, ബോധമോ ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 18 കുട്ടികൾ ഇങ്ങനെ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ചിട്ടുണ്ട്, 2 അമ്മമാരും മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കണക്ക് എത്രത്തോളം ആധികാരികമാണെന്ന് എനിക്കറിയില്ല, ഞാൻ അറിയുന്നൊരു കണക്ക് പറഞ്ഞതാണ്. പക്ഷേ ഇങ്ങനെ പറയുമ്പം അപ്പുറത്തുള്ളവർ ഇതേ ചോദ്യം ഉന്നയിക്കും, ആശുപത്രിയിൽ പ്രസവിച്ച് മരിച്ച കുട്ടികളുടെ കണക്ക് പറയൂ, അമ്മമാരുടെ കണക്ക് പറയൂ. അവിടെയും മരിച്ചിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രസവം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സാധ്യതകൾ, റിസ്ക് എലമെൻറ്റ്സ് അതിലുണ്ട്. ഈ റിസ്ക് എലമെൻറ്റുകളെല്ലാം മാറ്റിവെച്ച് സുഖപ്രസവം എന്ന് പറയുന്നത് നടക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമ്മയ്ക്കുണ്ടാകുന്ന രക്തസ്രാവമാണ്. ഈ രക്തസ്രാവം തടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മരണത്തിലെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വീട്ടിൽ പ്രസവിക്കാനിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതാണ്. പിന്നെ രണ്ടാമത് കുട്ടിക്കുണ്ടാകുന്ന വൈകല്യം, ഹൃദയ സംബന്ധമായ വൈകല്യം, കേൾവി സംബന്ധമായ വൈകല്യം, കാഴ്ച സംബന്ധമായ വൈകല്യം, ഇതൊന്നും ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നില്ല വീട്ടിലുള്ള പ്രസവത്തിൽ. അപ്പോൾ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ആശുപത്രിയിൽ വിദഗ്ധരുടെ ചുമതലയിൽ ഈ സംഗതി നടക്കണം. അതൊന്നുമില്ലാതെ വീട്ടിൽ പ്രസവിക്കുന്നതാണ് നല്ലത്. ഇപ്പം നമുക്കറിയാം, വയറ്റിൽ കുട്ടിയുടെ കിടപ്പ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പുറത്തു വരുമ്പം ആദ്യം തല വന്നിട്ടില്ലെങ്കിൽ ഉള്ള പ്രശ്നം, അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻ ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വീട്ടിൽ പ്രസവിക്കുന്നതാണ് നല്ലത് എന്നൊരു ആൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നത് വലിയ അപരാധമാണ്. ആ കുട്ടിയോടും ആ പ്രസവിക്കുന്ന അമ്മയോടും ചെയ്യുന്ന, അമ്മ സ്വയം തീരുമാനിച്ചാലും ബാക്കി ആരെങ്കിലും നിർബന്ധിച്ചാലും ഒക്കെ ചെയ്യുന്ന അതാണ്. അപ്പോൾ ഇനി അത് അങ്ങനെ സംഗതി ആവർത്തിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപാട് ആളുകൾ ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്നുണ്ട്. ഞാൻ അറിയുന്ന ആളുകൾ തന്നെ പ്രസവിച്ചവരുണ്ട്. ഇപ്പം ഒരു വർഷത്തിൽ 500-ലധികം ആളുകൾ ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ സുഖപ്രസവം നടത്തിയവരുണ്ട്, മരിച്ചവരുണ്ട്. പക്ഷേ നമ്മൾ ഈ റിസ്ക് എടുക്കാൻ എങ്ങനെയാണ് നമുക്ക് മനസ്സ് വരുന്നതെന്നുള്ളതാണ്. വീട്ടിൽ പ്രസവിക്കാൻ വേണ്ടിയുള്ള റിസ്ക് എങ്ങനെ എടുക്കും, അത് വലിയ പ്രശ്നമാണ്. മറുവശം വേറെ ഒന്നുണ്ട്, നമ്മുടെ ആശുപത്രികൾ. നമുക്കറിയാം, സാധാരണ പ്രസവം നടത്താൻ അല്ലെങ്കിൽ സുഖപ്രസവത്തിന് സാധ്യതയുള്ള എത്രയോ പ്രസവങ്ങൾ സിസേറിയനാക്കി മാറ്റുന്ന ആശുപത്രികൾ ഒരുപാടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ മാതാപിതാക്കളെ ആശങ്കപ്പെടുത്തുക എന്നുള്ളതാണ് പല ആശുപത്രികളും ചെയ്യുന്നത്. ഇത് വലിയ കോംപ്ലിക്കേഷനായ ഒരു പ്രശ്നമാണ്, അങ്ങനെയാണ്, കുട്ടി ചെരിഞ്ഞാണ്, കുട്ടി മലർന്നാണ് കിടക്കണമെന്ന് പറഞ്ഞ് ആളുകളെ വല്ലാതെ ആശങ്കപ്പെടുത്തുക, എന്നിട്ട് സിസേറിയനാക്കുക എന്നുള്ളൊരു രീതി പല ആശുപത്രികളിലുണ്ട്. കാരണം ഇപ്പോൾ ലക്ഷങ്ങളാണ് ഇതിലൂടെ ആശുപത്രികൾ വരുമാനം ഉണ്ടാക്കുന്നത്. ഇത് ഇങ്ങനെ ചിന്തിക്കാൻ, മറുത്ത് ചിന്തിക്കാൻ ഒരു കാരണമായി മാറുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ആശുപത്രികളുടെ കൊള്ള മറുത്ത് ചിന്തിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം തന്നെ മറ്റ് പല ചിന്താഗതികളും ഇവരെ ഈ രീതിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഡോക്ടർമാർ അല്ലെങ്കിൽ ആശുപത്രികൾ അവരുടെ കടമ കൃത്യമായി നിർവഹിക്കുക, അതായത് സുഖപ്രസവം തന്നെ സാധ്യമാക്കുക, സിസേറിയനിലേക്ക് പോകാതിരിക്കുക എന്നുള്ള ആ രീതിയിൽ ഡോക്ടർമാർ അവലംബിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഇത്തരത്തിലുള്ള ചിന്താഗതികളിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിലുള്ള അവസ്ഥ പറയുകയാണെങ്കിൽ ഈ റിസ്ക് ഒരിക്കലും മാതാപിതാക്കൾ ഏറ്റെടുക്കാൻ പാടില്ല. അത് ആ കുട്ടിയോടുള്ള ദ്രോഹമാണ്, അമ്മയോടുള്ള ദ്രോഹമാണ്. ഇതിലൊരു കാര്യം ആഡ് ചെയ്യേണ്ടത്, കുറേ നാളുകളായിട്ട് പ്രസവമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ
സുഖപ്രസവം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് ഭയങ്കര ചർച്ചകൾ നടക്കുന്നത്. അത്ര സുഖകരമല്ല ആ അനുഭവം, അതുകൊണ്ട് സുഖപ്രസവം ഒന്നും ഉപയോഗിക്കരുതെന്ന് ഡിസ്കഷൻ അത് നടക്കുന്നത്. പലരും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രസവിച്ച പലരും പറഞ്ഞിട്ടുള്ളത് സിസേറിയനാണ് കുറച്ചുകൂടി സുഖം എന്നാണ്. കാരണം അറിയുന്നില്ല. സുഖപ്രസവം എന്ന് പറഞ്ഞാൽ പ്രസവിക്കുമ്പോൾ അത്രയും വേദന അനുഭവിക്കുന്നുണ്ട്. സിസേറിയന് വേദന അനുഭവിക്കുന്നില്ല. ആ ഓപ്പറേഷൻ നമ്മൾ അനസ്തീഷ്യ കൊടുത്തിട്ടാണല്ലോ ഓപ്പറേഷൻ നടത്തുന്നത്. അതിനുശേഷം പിന്നെ സ്റ്റിച്ചിൻ്റെ വേദന മാത്രമേ പിന്നീട് അനുഭവിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് സിസേറിനാണ് സുഖം. അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ടല്ലോ. നിഷാദ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ നോക്കിയപ്പോൾ ഒന്ന് വ്യക്തികളുടെ ചോയ്സ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഒന്ന് അവരെ ഇഷ്ടമുള്ള ഒരു രീതി തിരഞ്ഞെടുക്കുന്നു. വാക്സിൻ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് ഞങ്ങൾ നോക്കിക്കോളാം. അതുകൂടാതെ അയാൾ പറയുന്നത് എനിക്കിതൊക്കെ അറിയാം എന്ന രീതിയിലാണ് സംസാരവും. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? രണ്ട് വ്യക്തികളുടെ ചോയ്സ്, മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറഞ്ഞ പ്രശ്നം ഇവിടെ എടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. നേരത്തെ നൗഫൽ അതിൻ്റെ യഥാർത്ഥ സംഗതി പറഞ്ഞു. മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറഞ്ഞാൽ മൈ ബോഡിക്കകത്ത് വേറൊരു ബോഡിയുണ്ട്. ആ ബോഡി റൈറ്റ് ആർക്ക് ഉത്തരവാദിത്തപ്പെട്ടതാണ്? കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് ഉത്തരവാദിത്തമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ കുട്ടി മരിച്ചു പൊക്കോട്ടെ, അതെൻ്റെ ബോഡി റൈറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് ചോദിച്ചാലല്ല. MDMA ഉപയോഗിക്കുന്ന ഒരാൾ മൈ ബോഡി മൈ റൈറ്റ്, ഞാൻ MDMA ഉപയോഗിക്കും, ചാവും, അത് നിങ്ങളാരാണെന്ന് ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഭരണകൂടത്തിന്, സ്റ്റേറ്റിന്, ഇതിൻ്റെ ഒരു മോണിറ്ററിംഗ് മെക്കാനിസത്തിന് ഇവിടെ എന്താണ് വില? മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറഞ്ഞ ആശയത്തിന് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഗുരുതരമായ പല കുഴപ്പങ്ങളുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ തടുക്കാൻ പോലും നമുക്ക് കഴിയില്ല. ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെ തടുക്കാൻ പറ്റുമോ? ആത്മഹത്യയെ കുറ്റകരമാക്കപ്പെട്ട, അതിന് ശ്രമം കുറ്റകരമാക്കപ്പെട്ട ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് കഴിയുന്ന ഒരു ആധുനിക സമൂഹത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അത് പൂർണ്ണമായി അങ്ങനെ തുറന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു ആശയവുമല്ല. പിന്നെ വീട്ടിൽ പ്രസവിക്കുക എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് പണ്ടത്തെ കാലത്തൊക്കെ വലിയ തോതിൽ വീട്ടിൽ പ്രസവിച്ചിട്ടില്ലേ, ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. ഇപ്പം മാത്രം എന്തിനാണ് ഈ ആശുപത്രിയിൽ പോകുന്നത്? സിസേറിന് എല്ലാവരും പറയുന്നു, ആശുപത്രികളത് മുതലെടുക്കുകയാണെന്ന് പറഞ്ഞാൽ. പണ്ടത്തെ കാലത്ത് വീടുകളിൽ പ്രസവിച്ച ആൾക്കാരെല്ലാവരും ജീവിച്ചു വന്നു എന്നതിന് എന്താണ് തെളിവ്? എത്ര ചൈൽഡ് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നതിനെക്കുറിച്ച് വല്ല കണക്കുണ്ടോ? ഒരു കണക്കുമില്ല. എത്ര അമ്മമാർ വീടുകളിൽ മരിച്ചിട്ടുണ്ട്? കണക്കുണ്ടോ? ഇല്ല. ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ നൗഫൽ നേരത്തെ പറഞ്ഞു 2024-ലെയും 2023-ലെയും 2022-ലെയും ഒക്കെ കണക്ക് ഗവൺമെൻറ് കയ്യിലുണ്ട്. ഇതിന് മുൻപ് ഓരോ വീടുകളിലും 8-10 കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. അതിനകത്ത് 1-2 കുഞ്ഞുങ്ങൾ മരിച്ചുപോയ എത്ര കുടുംബങ്ങളുണ്ട്? എൻ്റെ ഫാമിലിയിലുണ്ട്, എനിക്കറിയാം. അത് ഒരു കുട്ടി മരിച്ചുപോയെന്ന് സില്ലിയായുള്ള അനുഭവമായിട്ടാണ് അവർ പറയുക. അപ്പോൾ നമ്മൾ ആലോചിക്കണം, പണ്ടത്തെ കാലത്തെല്ലാം വീടുകളിൽ സുഖപ്രസവമായിരുന്നു, ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളൊരു മിഥ്യാധാരണയാണ്, ഒരു കള്ളപ്രചരണമാണ്. പണ്ടത്തെ കാലത്ത് മനുഷ്യർ വീട് പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. പ്രസവത്തോടെ അമ്മ മരിച്ചു പോയിട്ടുള്ള എത്രയോ കഥകൾ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പണ്ടെല്ലാം ഓക്കെ ആയിരുന്നു. ഇപ്പോൾ ആശുപത്രി വന്നപ്പോൾ ആശുപത്രിക്കാർ വെറുതെ കീറി മുറിക്കുകയാണെന്ന കഥ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. പിന്നെ പണ്ടത്തെ പോലെ 8-10 കുഞ്ഞുങ്ങളില്ല, 1-2 കുഞ്ഞുങ്ങളും ഒരു കുട്ടിയും ഒക്കെ ഉള്ള വീടുകളാണ്. അന്ന് എടുക്കുന്നത് പോലെ റിസ്ക് ഇന്ന് എടുക്കാൻ പറ്റില്ല. അന്നൊരു കുട്ടി മരിച്ചു പോയാലും ആ വീട്ടിൽ പിന്നെയും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു എന്ന മട്ടിൽ ആളുകൾ അതിനെ കുറച്ചുകൂടി ലൈറ്റായി എടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് അങ്ങനെ എടുക്കാൻ കഴിയുന്ന സിറ്റുവേഷൻ ഉണ്ടോ? ഇല്ല. ഇന്ത്യയിൽ ഇപ്പോൾ നോക്കൂ, ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാവരും പറയും കേരളത്തിലാണ് ഈ പ്രശ്നം, ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാവർക്കും ആശുപത്രിയിൽ പ്രസവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? ഇല്ല, അത് വസ്തുതയാണ്. ഇപ്പോൾ നോർത്തിലേക്ക് പോയ പല സംസ്ഥാനങ്ങളിലും എല്ലാവരും ആശുപത്രിയിലല്ല പ്രസവിക്കുന്നത്. ഉത്തർപ്രദേശിൻ്റെ കണക്കെടുത്താൽ ഉത്തർപ്രദേശിലെ 42% ആളുകൾ വീട്ടിൽ പ്രസവിക്കുന്നു. മതിയായ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണെന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്. അപ്പോൾ വീട്ടിൽ പ്രസവിക്കുന്നത് ആ 42% വരെ ഓക്കെ ആണല്ലോ എന്നുള്ള ചോദ്യം ചോദിക്കരുത്. അതിൽ 62% ആളുകൾ, ഈ 42-ൽ 62% ആളുകൾ അങ്ങേയറ്റം അൺസേഫ് ആയിട്ടുള്ള അപകടകരമായ സിറ്റുവേഷനിൽ പ്രസവിക്കുന്നു. കുഞ്ഞുങ്ങളുടെ മരണസംഖ്യ കൂടുന്നു എന്നാണ് ഉത്തർപ്രദേശിലെ ചൈൽഡ് ഡെത്ത് റേറ്റ് നമ്മൾ പരിശോധിച്ച് നോക്കണം, നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇന്ത്യയിൽ ആളുകൾ വീട്ടിൽ പ്രസവിക്കുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലുള്ള വളരെ വിശ്വസനീയമായ ഡാറ്റ പരിശോധിച്ചാൽ അവ അപകടത്തിൻ്റെ സൂചനയാണ് കൂടുതൽ തരുന്നത്. 62% വീട്ടിൽ പ്രസവിക്കുന്നതിൽ 50% എബവ് ആൾക്കാർ അൺസേഫ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതാണ് സർക്കാരിൻ്റെ കണക്ക് പറയുന്നത്. ഈ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാവർക്കും ആശുപത്രികളിൽ പ്രസവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഇവിടെ പലതരത്തിലുള്ള പദ്ധതി ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അല്ല, ഗവൺമെൻറ് എന്ത് ഭ്രാന്താണോ? അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ കടന്നു വരുന്ന വഴി, നമ്മുടെ പ്രസവം, വീടുകളിലെ പ്രസവം, സൗകര്യങ്ങളില്ലാത്ത പ്രസവം കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമാകുന്നത് കണ്ടിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള കൗണ്ടർ മെക്കാനിസം ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ആശാ പദ്ധതി ഉണ്ടാക്കി എന്തിനാണ്? മതിയായ പോഷകാഹാരം കിട്ടാതെ, മതിയായ പ്രസവത്തിന് ശേഷമുള്ള ശുശ്രൂഷ കിട്ടാതെ ആളുകൾ പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ആശാ സ്കീം ഉണ്ടാക്കിയത്. നോർത്ത് ഇന്ത്യയിൽ അത് അനിവാര്യമായിരുന്നു. അപ്പോൾ നമ്മുടെ അടിസ്ഥാന യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വീടുകളിൽ പ്രസവിക്കുക, വിദേശ രാജ്യങ്ങളിലെ ആളുകൾ വീടുകളിൽ പ്രസവിക്കുന്നു പറഞ്ഞ ഒന്ന്. വിദേശ രാജ്യത്ത് വീടുകളിൽ പ്രസവിക്കുന്നതിന് പോലും ഈ പറയുന്ന പ്രൊഫഷണൽസിൻ്റെ സഹായത്തോടുകൂടിയാണ്. അവർ വീട്ടിൽ ഒന്ന് സഹായം ചെയ്യും. നമ്മളിവിടെ ഒരു സഹായം ചെയ്യാൻ ആൾക്കാരുണ്ടോ? പുറത്തു പോയി ബ്ലേഡ് മേടിച്ചോണ്ടെന്ന് എൻ്റെ പൊക്കിൾ കൂടി മുറിച്ച് കളഞ്ഞു എന്ന് പറയുകയാണ് ഒരാൾ. എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക? ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെന്ന് ആരുത്തരം പറഞ്ഞേനെ?
അത് ആ ഒരു ഉത്തരം പറഞ്ഞേ. അപ്പോൾ അത് ഒരു ജീവൻ മരണ, ഇപ്പോൾ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടി പ്രസവിക്കാന്ന് വെച്ചാൽ ചുമ്മാ നമ്മളങ്ങോട്ട് പ്രസവിക്കാന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് കുട്ടി പുറത്തേക്ക് വരുന്നു, അതിനെടുത്ത് കുളിപ്പിക്കുക, അങ്ങനെയൊന്നുമല്ല. ചിലപ്പോൾ അത് ദീർഘമായ സമയം എടുക്കാം, അതിന് കുട്ടി പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് സ്റ്റക്കാവാം. അപ്പോൾ പ്രസവിക്കാൻ ദീർഘസമയം എടുക്കുമ്പോൾ അതിൻ്റെ സങ്കീർണത കൂടും, കുട്ടിയുടെ ശ്വാസോച്ഛ്വാസത്തിന് പ്രശ്നം ഉണ്ടാവാം, കുട്ടി മരിച്ചു പോകാനുള്ള സാധ്യതയാണ്, ഹെവി ബ്ലീഡിങ് ഉണ്ടാവാം, അമ്മ മരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പ്രസവം എല്ലാ അർത്ഥത്തിലും പലതരത്തിലുള്ള റിസ്ക് എലമെൻ്റ് ഉള്ള ഒന്നാണ്. അപ്പോൾ ആളുകൾ കുഴപ്പമില്ലാതെ പ്രസവിച്ച് വന്നിട്ടുള്ളവരുണ്ടാവും, ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരു ഒരു പ്രശ്നം, ഒരു റിസ്ക് വന്നാൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന മെഡിക്കൽ സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നുള്ള പ്രധാനമാണ്. അതിനെ നിരാകരിച്ച് നിർത്തുക, വരുന്നത് വന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളെ ഒരു ആധുനിക സമൂഹം ഒരു നിലയ്ക്കും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ മുന്നോട്ട് പോക്കിനും ഒരു നിലയ്ക്കും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. അതിൻ്റെ പ്രയോക്താക്കളായിട്ടുള്ള ആളുകൾ, ആശുപത്രി നടത്തിപ്പുകാർ, ചില ആശുപത്രികളൊക്കെ ചില സമയം സിസേറിനൊക്കെ എഴുതുന്നുണ്ടാവും, എനിക്കതിനെക്കുറിച്ച് ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. അതേസമയം ഒരു കാരണവശാലും സിസേറിന് എഴുതി തരാതെ പ്രസവത്തിന് വേണ്ടി, നോർമൽ പ്രസവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആശുപത്രികളുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കോഴിക്കോട് പോലും പല ആശുപത്രികളും അതിൻ്റെ പേരിൽ പ്രസിദ്ധി ആർജിച്ചാണ്. ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ പോട്ടെ, വേറെ ഒരു ആശുപത്രിയെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആശുപത്രി ഉണ്ടല്ലോ. സിസേറിയന് ദുഷ്പേര് കേട്ട ആശുപത്രിയാണെങ്കിൽ സിസേറിൻ ഒരിക്കലും ചൂസ് ചെയ്യില്ല എന്ന പേരിൽ നല്ല ഖ്യാതി കിട്ടിയ ഹോസ്പിറ്റലുണ്ടെങ്കിൽ അവിടെ പോട്ടെ. അല്ലാതെ മെഡിക്കൽ സയൻസിനെ അകറ്റി നിർത്തിക്കൊണ്ട് പ്രാകൃതമായ രീതികളെ അവലംബിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ വിശ്വാസത്തോടുള്ള പ്രശ്നമല്ല നമ്മുടെ, മറിച്ച് എന്താണ്, മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട, ജീവനുമായി ബന്ധപ്പെട്ട, സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണത്. അതുകൊണ്ട് ഇത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പിന്നെ ഒരാളൊരു ദിവസം വരികയാണ്, ഇപ്പോൾ സികേഷ് നാളെ ഒരു സർക്കാർ ഓഫീസിൽ കയറുന്നത് എൻ്റെ കുട്ടിയാണിത്, ഞാൻ വീട്ടിൽ വെച്ചുണ്ടായതാണ്, ജനന സർട്ടിഫിക്കറ്റ് വേണമെന്ന് വെച്ചാൽ ഗവൺമെൻറ് തന്നെ തരും. ഗവൺമെൻറ്റിൻ്റെ ഒരു സിസ്റ്റം ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ജനിച്ചു വന്ന കുട്ടിക്ക് ഉടനെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് വെച്ചാൽ ഗവൺമെൻറ് അതിൻ്റെ സങ്കീർണത ഉണ്ടാവും, ആ സങ്കീർണതയെ മറികടന്ന് അവർ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മേടിക്കുന്നതിൽ വാങ്ങിക്കട്ടെ. പക്ഷേ ഇത് പ്രോത്സാഹിപ്പിക്കാൻ ഒരു നിലയ്ക്കും പാടില്ലാത്ത ഒന്നാണ്. എന്തിൻ്റെ പേരിലായാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നമ്മൾ അതിജീവിക്കുന്നതും നമ്മൾ മുന്നോട്ട് വന്നതും ആധുനികമായ സാങ്കേതികവിദ്യയെ മുൻനിർത്തിക്കൊണ്ടും അനുദിനം ഡെവലപ്പ് ചെയ്യുന്ന മെഡിക്കൽ സയൻസിനെ മുൻനിർത്തിക്കൊണ്ടുമാണ്. അതുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. വേറെ പലതരത്തിലുള്ള ചികിത്സാ ശാഖകൾ, പലതരത്തിലുള്ള വൈദ്യശാഖകളുണ്ട്. പക്ഷെ നമ്മുടെ ശാരീരിക ഘടനയും അതിൻ്റെ രോഗങ്ങളും അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന, പുതിയ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതിനെ മറികടക്കാൻ അനുദിനം ഡെവലപ്പ് ചെയ്യുന്ന, ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയും വൈദ്യശാസ്ത്രവും അനിവാര്യമാണ്. അതിനെ നിരാകരിച്ചുകൊണ്ട് പഴയ കാലത്തിലേക്ക് തിരിച്ചുപോയി എല്ലാം ചെയ്യാമെന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും മണ്ടത്തരമാണ്. ഒന്നാലോചിക്കേണ്ട ഇതാണ്, പണ്ടത്തെ കാലത്ത് എല്ലാവരും സുഖമായി വീട്ടിൽ പ്രസവിച്ചു എന്ന് നമ്മുടെ വിചാരം തന്നെ തെറ്റാണ്. പണ്ടത്തെ കാലത്ത് എല്ലാ വീട്ടിലും 8ഉം 10ഉം കുട്ടികളുടെ വീട്ടിൽ പലയിടത്തും കുഞ്ഞുങ്ങൾ മരിച്ചു പോയിട്ടുണ്ടെന്ന് നമ്മൾ കാണണം. അതിലൊരു കുട്ടിയായി മരിക്കാൻ നമ്മുടെ ഈ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തേത്, പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഏർപ്പാടല്ല, വെറുതെ ഇങ്ങനെ വയറിന് പുറത്തേക്ക് വന്നോളൂ എന്ന് വിചാരിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങൾ മരിച്ചു പോകാനും അമ്മ മരിച്ചു പോകാനും പലതരത്തിലുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള ഒരു ഏർപ്പാടാണ് പ്രസവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ അപകടകരമായ കളിക്ക് മനുഷ്യർ നിൽക്കാതിരിക്കട്ടെ. എന്താണോ നമുക്ക് നമ്മുടെ കുഞ്ഞിനോട് ചെയ്യാൻ കഴിയുന്ന നീതി എന്ന് വെച്ചാൽ, കുഞ്ഞിനെ നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ ആ കുഞ്ഞിനോട് ചെയ്യാൻ കഴിയുന്ന നീതി, അതിന് എന്താ പറയുന്നത്, അതിൻ്റെ ജീവൻ നിലനിർത്താനും അതിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനാണ്, അതിൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. നമ്മളൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ കുട്ടിയെ നമുക്ക് തെരുവിലേക്ക് കളയാൻ പറ്റുമോ? ആ കുട്ടിയെ പരിപാലിക്കേണ്ടതും അതിന് ഫുഡ് കൊടുക്കേണ്ടതും അതിന് എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിനാണ് ബാലാവകാശ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചോളും കുഞ്ഞ് മരിച്ചു പോകുന്ന പൊക്കോട്ടെ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അത് നിയമവിരുദ്ധമാക്കും, ഒരർത്ഥത്തിൽ നിയമവിരുദ്ധം തന്നെയാണ്. അതുകൊണ്ട് ആരും അനുകരിക്കാതിരിക്കട്ടെ ഈ അന്യായങ്ങളെന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും കുഞ്ഞും അമ്മയും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയാണ് ഒരു പ്രസവത്തിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടകരമായ ഒരു കളിക്ക് ആരും നിൽക്കാതിരിക്കട്ടെ.